ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനേ. ജയ ജയ സീതാറാം, ജയ ജയ ശ്രീ ആഞ്ജനേയർ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. സ്വസ്തികയിലൂടെ രാമായണ കഥാമൃതം 10ാം ദിവസത്തിലേക്ക്. സീത, രാമ, ലക്ഷ്മണന്മാർ ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതോടെ ആരണ്യകാന്ഡം ആരംഭിക്കുന്നു. ഹിംസ്ര ജന്തുജാലക്കളാലും രാക്ഷസന്മാരാലും പരിനിബിഡമായ ദണ്ഡകാവനത്തിൽ പ്രവേശിച്ച ഉടൻ തന്നെ രാമൻ അനുജനായ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, ജാഗ്രതയായി 4 വശവും കണ്ണോടിച്ചുകൊണ്ട് വേണം മുന്നോട്ട് നടക്കാൻ. ഏകാന്തമൂകതയും ഭീകരതയും നിറഞ്ഞ ഈ വിപിനം ഭക്ഷണാർത്ഥികളായ രാക്ഷസന്മാരുടെ അധിവാസ കേന്ദ്രമാണ്. വില്ല് നല്ലവണ്ണം കുലച്ച് കയ്യിൽ പിടിച്ചുകൊള്ളുക. നീ മുമ്പേ നടക്കൂ, നടുക്ക് ജാനകിയും പിമ്പേ ഞാനും നടക്കാം. ആ വിധത്തിൽ അവർ ഏതാണ്ട് 1 യോജന ദൂരം, 1 യോജന എന്ന് പറഞ്ഞാൽ ഏകദേശം 8 നാഴിക സഞ്ചരിച്ചപ്പോൾ പർവ്വത ആകാശമായ ഒരു ഭീഭത്സ സത്വം വായൊക്കെ ഇങ്ങനെ തുറന്ന് കരാള വക്ര ദംഷ്ട്രകൾ പുറത്തു കാട്ടി അലറിക്കൊണ്ട് അവരുടെ മുമ്പിലേക്ക് പാഞ്ഞെടുത്തു. വാമഹസ്തദിതമായ ഒരു നീണ്ട ഇരുമ്പുശൂലത്തിൽ 3 സിംഹങ്ങളും 4 കടുവകളും 2 ചെന്നായ്ക്കളും 2 കാട്ടുപോത്തും അവൻ തോളിൽ വച്ചിട്ടുമുണ്ട്. ഇടയ്ക്കിടെ പച്ചമാംസം കടിച്ചു കീറി തിന്നും ശൂലസ്ഥിത ജന്തുക്കളിൽ നിന്നും ഇറ്റിറ്റു വീഴുന്ന ചോര കയ്യിലെടുത്ത് നക്കിക്കുടിച്ചും നുണഞ്ഞിറക്കിയും ഇങ്ങനെ ദുഷ്ടചേഷ്ടകളോട് കൂടിയിട്ടാണ് ആ രാക്ഷസൻ മുമ്പോട്ടടുത്തത്. രാമൻ പറഞ്ഞു, ലക്ഷ്മണ, ഭയങ്കരനായൊരു രാക്ഷസനാണ് ഈ വരുന്നത്. അമ്പ് വില്ലിൽ തൊടുത്തുകൊണ്ട് നിന്നുകൊള്ളൂ. അനന്തരം ജാനകിയെ നോക്കി പറഞ്ഞു, ഭദ്രേ, നീ ഒട്ടും ഭയപ്പെടേണ്ട, ധൈര്യമായി നിന്നുകൊള്ളൂ. അപ്പോഴേക്കും ഇടിവെട്ടും വണ്ണം അലറിക്കൊണ്ടവൻ അടുത്തു കഴിഞ്ഞു. എടാ മനുഷ്യ അധമന്മാരെ, താപസവേഷത്തിൽ ആയുധങ്ങളും ധരിച്ച് ഒരു സുന്ദരി പെണ്ണിനെയും തട്ടിയെടുത്തുകൊണ്ട് നിർഭയം ഈ ദണ്ഡകാരണ്യത്തിൽ സഞ്ചരിക്കുന്ന നിങ്ങൾ ആരാണ്? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ നടക്കുന്നത്? രാമൻ മറുപടി പറഞ്ഞു, നിന്നെപ്പോലെ ദുഷ്ടരാക്ഷസ കീടങ്ങളെ വധിക്കാൻ വേണ്ടി നടക്കുകയാണ്. ഒരു വൃക്ഷവും പറിച്ചെടുത്തുകൊണ്ട് അവരുടെ നേരെ ഓങ്ങിക്കൊണ്ടവൻ ആക്രോശിച്ചു, നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ഈ സുന്ദരി പെണ്ണിനെ ഇവിടെ ഇട്ടേട്ട് ഓടിക്കൊള്ളൂ. രക്ഷോവര വീരപരാക്രമിയായ വിരാധനാണ് പറയുന്നത്. എന്നെ പേടിച്ച് ഈ കാട്ടിൽ ആരും തന്നെ കടക്കാറില്ല. ഇവിടെ ഉണ്ടായിരുന്ന മാമുനിമാരൊക്കെ ജീവനും കൊണ്ട് ഓടി ഒളിച്ചു. ബാക്കിയുള്ളവർ എന്റെ വയറ്റിലുമായി. എന്നിട്ട് ആ രാക്ഷസൻ ജാനകിയെ കടന്നു പിടിക്കാനായി മുമ്പോട്ടെടുത്ത് അത് കണ്ട രാമ ലക്ഷ്മണന്മാർ 2 പാർശ്വങ്ങളിൽ നിന്ന് അവന്റെ നേർക്ക് അസ്ത്രങ്ങൾ പ്രയോഗിച്ചു. അതൊന്നും ഗൗനിക്കാതെ അവരെ 2 പേരെയും മറ്റേ തോളിൽ, ഒരു തോളിൽ ശൂലമാണ്, മറ്റേ തോളില് രാമലക്ഷ്മണന്മാരെയും എടുത്തുകൊണ്ട് അവൻ കാടിന്റെ നടുവിലേക്ക് നടന്നു. ഒട്ടും വൈകിയില്ല. അവന്റെ 2 കൈകളും രാമലക്ഷ്മണന്മാർ ഒരേ സമയം വെട്ടിമുറിച്ചു. അതോടുകൂടി അവൻ നിലംപതിച്ചെങ്കിലും വീണ്ടും ചാടി എഴുന്നേറ്റു. കാലിൽ കുതിച്ച് സീതയുടെ നേർക്കടുത്തു. ഉടനെ രാമലക്ഷ്മണന്മാർ അവന്റെ 2 കാലുകളും വെട്ടിമുറിച്ചു. എന്നിട്ടും അവൻ മരിച്ചില്ല. ബദ്ധരോഷത്തോടെ സീതയുടെ നേർക്ക് പാഞ്ഞെടുത്തു. അപ്പോ രഘുപതി ഒരു കൂരമ്പിനാൽ അവന്റെ ശിരസ്സു മറുത്തു ദൂരെ തെറിപ്പിച്ചു. അതോടുകൂടി ആ കാട് മുഴുവനും രക്തപ്രളയമായി. എന്നിട്ടും ആ രാക്ഷസൻ തലയും കൈകാലുകളും ഒന്നുമില്ലാത്ത കബന്ധം തുള്ളിക്കൊണ്ട് പുള്ളിമാൻ കണ്ണിയായ സീതയുടെ നേർക്കടുത്തു. രാമൻ പറഞ്ഞു, ലക്ഷ്മണ, ഒരായുധവും കൊണ്ട് ഇവനെ വധിക്കാൻ സാധ്യമല്ല. അനുഭവം കൊണ്ട് കാണുന്നത് ഇങ്ങനെയാണ്. ഇവൻ എന്തെങ്കിലും ഒരു വരം സിദ്ധിച്ചിരിക്കണം. ഏതായാലും ഇവനെ വധിക്കാതെ വിടാൻ പാടില്ല. അങ്ങനെ അവർ 2 പേരും കൂടി ആ കർബുരന്റെ കബന്ധത്തിൽ പാദങ്ങൾ കൊണ്ടും മുഷ്ടി കൊണ്ടും ചവിട്ടിയും ഇടിച്ചും അതിനെ മൃതപ്രായമാക്കിയപ്പോൾ ആ ഗാത്രത്തിൽ നിന്നും കനകാഭരണ വിഭൂഷിതനായി സുന്ദരനായിട്ടുള്ള ഒരു രൂപം പുറത്തേക്ക് വന്നു. സൂര്യപ്രഭയെ വെല്ലുന്ന കാന്തിയാണ് ആ രൂപത്തിന്. അത് രാമചന്ദ്രനെ വീണ് നമസ്കരിച്ചുകൊണ്ട് ഭക്തിപൂർവം പറഞ്ഞു,
അല്ലയോ കരുണാനിധിയായ കമലേക്ഷണ, ദയാസിന്ധോ, അടിയനിൽ കനിവുണ്ടാകണം. ഈ പാപി തുമ്പുരു എന്നൊരു ഗന്ധർവനാണ്. ഒരിക്കൽ കുബേരൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ആ കാലത്ത് അദ്ദേഹത്തിന്റെ ദാസനായിരുന്നു. അദ്ദേഹം എന്നെ വിളിച്ചപ്പോ ഞാൻ കുബേരന്റെ മുന്നിൽ ചെന്നില്ല. അദ്ദേഹത്തിന്റെ പുത്രനായ നളകുബേരന്റെ ഭാര്യ രംഭയുമൊത്ത് ഞാനപ്പോൾ രഹസ്യ രതി ക്രീഡ ചെയ്യുന്ന സമയമായിരുന്നു. സത്യാവസ്ഥ അറിഞ്ഞ് ക്രുദ്ധനായി തീർന്ന കുബേരൻ നീ ഒരു ഘോര രാക്ഷസനായി തീരട്ടെ എന്നെന്നെ ശപിച്ചു. രഘുകുല അധിപതിയായ ശ്രീ രാമചന്ദ്രൻ ഒരിക്കൽ നിന്നെ നിരായുധനായി വധിക്കാനൊരുങ്ങുമ്പോൾ അന്ന് നിനക്ക് നിന്റെ സ്വന്തരൂപം സിദ്ധിക്കും എന്ന ശാപമോക്ഷവും അന്ന് അരുളിയിരുന്നു. എനിക്കിന്ന് ശാപമോക്ഷം സിദ്ധിച്ചിരിക്കുകയാണ്. ആ സ്ഥിതിക്ക് അങ്ങ് ശ്രീരാമചന്ദ്രനാണ് എന്ന് ഞാൻ ധരിക്കുന്നു. ദയാനിധേ, എനിക്ക് ദേവലോകത്തേക്ക് പോകുവാനുള്ള അനുവാദം അങ്ങ് തരണം. ഇവിടെ നിന്നും 1.5 യോജന അകലത്തിൽ ശരഭംഗൻ എന്നൊരു മഹർഷി ശ്രേഷ്ഠൻ താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഒന്ന് കണ്ടോളൂ. അവിടത്തേക്ക് വേണ്ട നന്മകൾ സിദ്ധിക്കും. ഇപ്രകാരം പറഞ്ഞ് രാമചന്ദ്രനെ വീണ്ടും വീണ്ടും വണങ്ങി സ്തുതിച്ചുകൊണ്ട് ആ വിദ്യാധരൻ അന്തരീക്ഷത്തിൽ അന്തർധാനം ചെയ്തു. ഭയം കൊണ്ട് വിറച്ചു നിന്നിരുന്ന സീതാദേവി ആനന്ദമതിയായി. ആത്മനാഥനെ ആലിംഗനം ചെയ്ത് ദേവി മന്ദസ്മിതം തൂകി. ഇനിയും ഇതുപോലെ പലതും നടക്കും സീതേ. അപ്പോഴൊക്കെ നീ ഇങ്ങനെ ഭയപ്പെട്ടാലോ? രാമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി അവർ ശരഭംഗാശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വിരാധന്റെ ജഡം ഒരു വലിയ ഗർത്തത്തിലിട്ട് മൂടിയതിനു ശേഷം രാമലക്ഷ്മണന്മാർ സീതാസമേതം ശരഭംഗാശ്രമം ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. കുമുദവനം എന്ന സ്ഥലത്തായിരുന്നു ആ മുനിയുടെ ആശ്രമം. ശ്രീരാമ മുഖാരവിന്ദം നേരിലൊന്നു കണ്ട് സായൂജ്യമടയാനായി വർഷങ്ങളോളമായി കാത്തിരിക്കുന്ന ഒരു താപസവര്യനായിരുന്നു ശരഭംഗൻ. സീതാലക്ഷ്മണ സമേതം സമാഗമിച്ച കൗസല്യാനന്ദനനെ അത്യന്തം ഭക്തിപൂർവം അദ്ദേഹം സ്വീകരിച്ച് സൽക്കരിച്ചു. ഭഗവാനെ ശ്രീരാമചന്ദ്ര, മൈഥിലിയോടുകൂടി അങ്ങയെ ഒന്ന് തൃക്കൺ പാർക്കാൻ വേണ്ടി എത്രയോ കാലമായി ഞാൻ കാത്തിരിക്കുന്നു. ഇന്നെനിക്ക് ആ ഭാഗ്യം സിദ്ധിച്ചു. എന്റെ നയനങ്ങൾ സഫലങ്ങളായി. ഞാൻ സമാർജിച്ച തപോപുണ്യം മുഴുവനും അങ്ങയിൽ സമർപ്പിച്ചിട്ട് ഇതാ ഞാൻ ദേഹത്യാഗം ചെയ്യാൻ തുടങ്ങുകയാണ്. എന്റെ ചിരകാല അഭിലാഷമായിരുന്നു അത്. രാമൻ പറഞ്ഞു, അങ്ങയുടെ ആഗ്രഹം സഫലീകൃതമാകട്ടെ. അതിനു മുമ്പ് അങ്ങ് എനിക്ക് ഒരു ഉപകാരം ചെയ്തു തരണം. അത് മറ്റൊന്നുമല്ല, ഈ വനത്തിൽ ഞങ്ങൾക്ക് താമസിക്കാൻ ഉചിതമായ ഒരു സ്ഥലം അങ്ങ് നിർദ്ദേശിച്ചു തരണം. ശരഭംഗൻ പറഞ്ഞു, അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനായ സുധീഷ്ണൻ എന്ന ഒരു താപസൻ ഈ വനത്തിൽ പർണശാല കെട്ടി താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തെ പോയി കാണൂ. എല്ലാ കാര്യത്തിനും നിവൃത്തിമാർഗം അദ്ദേഹം ഉപദേശിച്ചു തരും. ഇങ്ങനെ പറഞ്ഞതിനു ശേഷം മംഗളാത്മാവായ ശ്രീരാമചന്ദ്രന്റെ വിശ്വമോഹനമായ വദനകമലം നോക്കി നോക്കി നിർവൃതിയിൽ മുഴുകി പരമാനന്ദ നിർലീലനായി ആ മുനിപ്രവരൻ യോഗാഗ്നിയിൽ തന്റെ ഭൗതിക ശരീരം ആഹുതി ചെയ്ത് സായൂജ്യം പ്രാപിച്ചു. സുധീഷ്ണ ആശ്രമത്തിലേക്ക് പോകാനുള്ള വഴി ഏതെന്നറിയാനായി അല്പം അകലെ കണ്ട ഒരു പർണശാല ലക്ഷ്യമാക്കി സീതാരാമലക്ഷ്മണന്മാർ നടന്നു. സീതാരാമലക്ഷ്മണന്മാർ ദണ്ഡകാരണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്നു എന്ന് കേട്ട അനവധി മാമുനികൾ ആ മാർഗമധ്യത്തിൽ വന്ന് രാമപാദം കണ്ടു വണങ്ങി. രാമൻ ആരാണെന്നും അദ്ദേഹം എന്തിനാണ് അവതരിച്ചിരിക്കുന്നത് എന്നും ജ്ഞാനദൃഷ്ടി കൊണ്ട് കണ്ടുകൊണ്ടാണ് മാമുനിമാർ അവിടേക്ക് ആഗമിച്ചിട്ടുള്ളത്. ആ കാട്ടിലുള്ള പർണശാലകളെല്ലാം ഒന്ന് ചുറ്റിക്കാണണമെന്ന് മാമുനിമാർ രാമനോട് അപേക്ഷിച്ചു. അതനുസരിച്ച് അദ്ദേഹം എല്ലാ പർണശാലകളും സന്ദർശിച്ചു. തലയോടുകളും എല്ലുകളും കുന്നുകുന്നായി കിടക്കുന്നത് കണ്ട് ദയാപുരസരം അദ്ദേഹം ചോദിച്ചു, ഇത്രയും മനുഷ്യ ശിരസുകളും അസ്ഥികൂടങ്ങളും ഇവിടെ ഉണ്ടാകാൻ കാരണം എന്താണ്? മഹർഷിമാർ അറിയിച്ചു, രാമചന്ദ്ര, രാക്ഷസ വൃന്ദങ്ങൾ സാധുക്കളായ ഋഷികളെ നിർദ്ദയം കൊന്നു തിന്നതിന്റെ അവശിഷ്ടങ്ങളാണ് അങ്ങീ കാണുന്നത്. ഈ ദണ്ഡകാരണ്യം രാക്ഷസ രാജാവായ രാവണന്റെ ബന്ധുവർഗക്കാരുടെ അധിവാസ കേന്ദ്രമാണ്. അവരെ അമർച്ച ചെയ്യാൻ ആരാലും സാധ്യമല്ല.
ക്ഷുദ്ര വരബലമുള്ളതുകൊണ്ട് മുനിശാപത്തെയൊന്നും അവർ ഭയപ്പെടുന്നതേയില്ല. മഹർഷിമാരുടെ സങ്കട നിവേദനങ്ങൾ കേട്ട് മനസ്സലിഞ്ഞ് രഘുകുലോത്തമൻ അവരെ സമാധാനപ്പെടുത്തി. ഋഷീശ്വരന്മാരെ, നിഷ്ഠൂരന്മാരായ ഈ രാക്ഷസന്മാരെ ഒന്നൊഴിയാതെ വധിച്ച് നിങ്ങളെ ഞാൻ രക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് ഇനിമേൽ ഭയപ്പെടേണ്ട. ദാരുണമായ ഈ കാഴ്ച കാണിക്കുവാൻ നിങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം ഞാൻ ഇന്നു മനസ്സിലാക്കുന്നു. നിങ്ങളുടെ തപോനിഷ്ഠയ്ക്ക് ഈ നിഷ്ഠൂര രാക്ഷസന്മാരിൽ നിന്നും ഇനി മേലാൽ യാതൊരു ഉപദ്രവവും സംഭവിക്കില്ല. മഹർഷികൾ രാമന് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ നൽകി മംഗളങ്ങൾ ആശംസിച്ച് സുതീഷ്ണാശ്രമത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു. അങ്ങനെ അവർ സുതീഷ്ണാശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തന്റെ ആശ്രമത്തിലേക്ക് രാമലക്ഷ്മണന്മാരും സീതാദേവിയും ഉപഗതരായിരിക്കുന്നു എന്ന് കേട്ട് കുംഭോത്ഭവ ശിഷ്യനായ സുതീഷ്ണ മഹർഷി അവരെ ആദരപൂർവം എതിരേറ്റ് കൂട്ടിക്കൊണ്ടുവന്ന് അർഘ്യപാദ്യാദികൾ നൽകി സംപൂജിച്ചു. അനന്തരം ഗദ്ഗദകണ്ഠനായി മുനിവരൻ പറയുകയാണ്: ഭഗവാനെ, രഘുവംശ മണിരത്നമേ, കൗസല്യാനന്ദന, സീതാപദേ രാമചന്ദ്ര, എന്റെ ഗുരുവായ അഗസ്ത്യന്റെ നിയോഗം അനുസരിച്ച് രാമനാമം ഉരുവിട്ടുകൊണ്ട് അനവധി കാലമായി ഞാൻ ഇവിടെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഓർത്തു നോക്കിയാൽ അങ്ങയുടെ തത്വം ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. മായാർണവം കടക്കാനുള്ള ഒരു വഴിയായി ഞാൻ അങ്ങയെ ധ്യാനിക്കുകയാണ്. എന്നെ അങ്ങ് അനുഗ്രഹിക്കണം. അങ്ങ് ആരാണെന്ന് ശരിക്കും ആരും അറിയുന്നില്ല. അറിയേണ്ടവരെന്നാൽ അറിയുന്നുമുണ്ട്. ആദി അന്തവിഹീനനായ സാക്ഷാൽ പരമാത്മാവാണ് ശ്രീരാമചന്ദ്രൻ. അങ്ങനെയുള്ള അങ്ങ് എൻ്റെ മുമ്പിൽ അപ്രതീക്ഷിതമായി പ്രത്യക്ഷപ്പെട്ട് എൻ്റെ തപോബല വൈഭവം കൊണ്ട് മാത്രമാണ് അങ്ങേ എനിക്ക് കാണാൻ സാധിച്ചത്. അങ്ങ് അരൂപിയായ ചിന്മയനാണെങ്കിലും സരൂപിയായി അങ്ങയെ എൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് ഞാൻ ഈ രൂപത്തിൽ ആരാധിക്കുന്നു. അങ്ങയുടെ തിരുനാമം ജപിച്ച് വേടനായ വാൽമീകി മഹർഷിയായ എനിക്ക് അങ്ങയുടെ തിരുനാമം മാത്രം ഉരുവിട്ട് സായുജ്യപദം നേടണം. ഇനി എൻ്റെ ആഗ്രഹം അത് മാത്രമാണ്. രാമൻ പറഞ്ഞു: അല്ലയോ താപസോത്തമ, അങ്ങ് എന്നെ ഭക്തിപൂർവം രാമമന്ത്രം കൊണ്ടും രാമപൂജ കൊണ്ടും സേവിക്കുന്നതിനാൽ ഇന്ന് മോക്ഷത്തിന് അർഹനായി ഭവിച്ചിരിക്കുന്നു. അങ്ങ് ധന്യാത്മാവാണ്. ജനന മരണരഹിതവും നിത്യാനന്ദ പ്രദായകവുമായ സായുജ്യപദം അങ്ങയ്ക്ക് ഉടനടി ലഭിക്കും. അങ്ങയുടെ ഗുരുവായ അഗസ്ത്യമുനിയെ ഒന്ന് കാണുവാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അദ്ദേഹം എവിടെയാണ്? അപ്പോൾ സുധിഷ്ണൻ സന്തോഷത്തോടുകൂടി പറഞ്ഞു: ഗുരുനാഥന്റെ ആശ്രമത്തിലേക്കുള്ള വഴി അടിയൻ കാണിച്ചു തരാം. അങ്ങനെ അടുത്ത ദിവസം രാവിലെ സുധീഷ്ണൻ രാമ സീതാ ലക്ഷ്മണന്മാരോടൊന്നിച്ച് അഗസ്ത്യന്റെ ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു. ആധ്യാത്മിക ശാന്തി സംഭൂതവും ശിഷ്യഗണ മന്ത്രോച്ചാരണ മുഖരിതവുമായ അഗസ്ത്യാശ്രമം കണ്ട് രാമൻ അതിശയപൂർവം ആനന്ദഭാരതിയിൽ മുഴുകി നിന്നുപോയി. ശിഷ്യോത്തമനായ സുധീഷ്ണൻ ഭക്തിപൂർവം ഗുരുസന്നിധി പ്രാപിച്ച് രാമൻ വന്നിരിക്കുന്നു എന്നുള്ള വൃത്താന്തം അറിയിച്ചു. അത് ശ്രവിച്ച മാത്രയിൽ അഗസ്ത്യമുനിക്കുണ്ടായ സന്തോഷം സീമാതീതവും വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കാത്തതുമായിരുന്നു. അദ്ദേഹം ശിഷ്യഗണങ്ങളും ഒരുമിച്ച് എല്ലാവിധത്തിലുള്ള ഉപചാരങ്ങളോടും കൂടിയാണ് ദശരഥ പുത്രന്മാരെയും ജാനകിയെയും എതിരേറ്റത്. അതിനുശേഷം തത്വജ്ഞാനാനന്ദകരമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് അഗസ്ത്യമുനി ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. നാമരൂപാത്മകമായ ഈ ജഗത്തുണ്ടാകുന്നതിനു മുമ്പ് ഏകവും അദ്വിതീയവും സത്താമാത്രവും ജ്യോതിരൂപവുമായ പരമചൈതന്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഹേ രാമ, അങ്ങാകുന്ന ആ പരമചൈതന്യത്തിൽ നിന്നും യാദൃച്ഛികമായി ഇച്ഛാരൂപിണിയായ ഒരു ശക്തി സ്ഫുരിച്ചു വികസിച്ചു. പ്രസ്തുത ശക്തിയോടുകൂടി ചേർന്ന അല്ലെങ്കിൽ പ്രസ്തുത ശക്തിയാൽ ആവരണം ചെയ്യപ്പെട്ട അങ്ങേ തന്നെയാണ് അവ്യാകൃതമെന്നും മായയെന്നും വേദാന്തികൾ പറയുന്നത്. അങ്ങയുടെ പ്രചോദനം ഹേതുവായിട്ട് അവ്യാകൃതത്തിൽ നിന്നും മഹത്തത്വവും മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാര തത്വവും ഉണ്ടായി. പ്രസ്തുത രണ്ട് തത്വങ്ങളിൽ കൂടെ അങ്ങാകുന്ന അവ്യാകൃതം അല്ലെങ്കിൽ പ്രകൃതി 3 സ്വരൂപത്തിൽ വികസിച്ചു. ഈ 3 സ്വരൂപങ്ങളാണ് സത്വരജ തപോ ഗുണങ്ങൾ. ഗുണങ്ങളുടെ ചേർച്ച കൊണ്ട് അഹങ്കാര തത്വത്തിന് 3 രൂപങ്ങളും ഉണ്ടായി. സത്വഗുണ അഹങ്കാരം, രജോ ഗുണ അഹങ്കാരം, തമോ ഗുണ അഹങ്കാരം.
അവയിൽ സത്വഗുണാഹങ്കാരത്തിന്റെ പരിണാമത്തിൽ കൂടി അന്ധക്കരണവും അതിദേവന്മാരും ഉണ്ടായി. രജോ ഗുണാഹങ്കാരത്തിന്റെ പരിണാമത്തിൽ കൂടി ഇന്ദ്രിയങ്ങളും പ്രാണനും വികസിച്ചു. തമോഹങ്കാരത്തിന്റെ വികസനത്തിലൂടെ 5 ഭൂത തന്മാത്രകൾ ഉണ്ടായി. അവയിൽ നിന്ന് പ്രസിദ്ധമായ പഞ്ചഭൂതങ്ങളും പറയപ്പെട്ട തത്വങ്ങളെല്ലാം കൂടി ചേർന്ന പിണ്ഡാകാരമായ സമുച്ചയത്തെ സൂത്രാത്മാവെന്നും ഹിരണ്യഗർഭൻ അല്ലെങ്കിൽ ബ്രഹ്മമെന്നും പറയുന്നു. അങ്ങയുടെ സൂക്ഷ്മോപാധിയായ ആ ഹിരണ്യഗർഭസ്വരൂപം അങ്ങയുടെ പ്രചോദനത്താൽ കാലം കൊണ്ട് പൊട്ടി വികസിച്ചു. അതുതന്നെ അവിടത്തെ സ്ഥൂലോപാധിയായ വിരാട് സ്വരൂപം 14 ലോകങ്ങളാകുന്ന അവയവങ്ങളോടും ഉപ അവയവങ്ങളോടും കൂടിയ അങ്ങയുടെ വിരാട് സ്വരൂപം കൊണ്ടാണ് പ്രപഞ്ച സൃഷ്ടിയെല്ലാം നടത്തുന്നത്. അങ്ങ് തന്നെ സൃഷ്ടിക്ക് വേണ്ടി രജോ ഗുണത്തിൽ കൂടി ബ്രഹ്മദേവനായും സ്ഥിതിക്ക് വേണ്ടി സത്വഗുണത്തിൽ കൂടി വിഷ്ണുദേവനായും സംഹാരത്തിനു വേണ്ടി തമോ ഗുണത്തിൽ കൂടി രുദ്രനായും വികസിക്കുന്നു. സങ്കല്പം മാത്ര കൊണ്ട് എത്രയോ കോടാനുകോടി ജീവരാശികളെയും അവരുടെ ഭുക്തിക്കുള്ള വിഷയസഹസ്രങ്ങളെയും സൃഷ്ടിച്ചും സംഹരിച്ചും ഗുണമയനായി അങ്ങ് വിഹരിച്ചു കൊണ്ടിരിക്കുകയല്ലേ. അതേ സമയം തന്നെ ഗുണാത്മകമായ സംസാരത്തിന്റെ വികാസത്തിന് ആസ്പദമായ വൃത്തികളാകുന്ന ജഗദാദ്യ വ്യവസ്ഥാത്രയത്തിനും കേവലം സാക്ഷിമാത്രനായും പരമ നിർഗുണനായും അങ്ങ് വിളങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരമുള്ള അങ്ങയുടെ അപ്രമേയമായ വൈഭവത്തെ അറിയാതെ സംസാരത്തിൽ ജനിച്ചും മരിച്ചും വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ജീവന്മാരെ ഉത്ബുദ്ധരാക്കാൻ വേണ്ടി അവിടുന്ന് തന്നെ പലപ്പോഴായി പല യോനികളിലും അവതരിച്ചു വന്ന് അവിടുത്തെ ദിവ്യ മഹിമയെ ജീവരാശികൾക്ക് വെളിവാക്കി കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു അവതാര സ്വരൂപമാണ് അങ്ങിപ്പോൾ രാമാവതാരമായി ധരിച്ചിരിക്കുന്നത്. പണ്ട് ബ്രഹ്മദേവനോട് ശ്രീ വൈകുണ്ഠത്തിൽ വച്ച് അങ്ങ് അരുളി ചെയ്തപ്പോൾ തന്നെ അങ്ങ് അയോധ്യയിൽ ദശരഥ പുത്രനായി അവതരിക്കാൻ പോകുന്നുണ്ടെന്ന് ഞാൻ അറിവായിട്ടുണ്ട്. അപ്പോൾ മുതൽ ഇതുവരെയും അങ്ങേ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ഇവിടെ തപോനിഷ്ഠനായി ഞാൻ കാത്തിരിക്കുകയാണ്. ഭാഗ്യം കൊണ്ട് ഇന്ന് എൻ്റെ ആഗ്രഹം സഫലമായി. ഹേ രാമചന്ദ്ര പരമപുരുഷ, അങ്ങയുടെ ദർശനം കൊണ്ടുതന്നെ ഞാൻ ധന്യനായി. എൻ്റെ ജീവിതം സഫലമായി. രഘുവീര, ഇനി അങ്ങെന്നും സീതാ ലക്ഷ്മണ സമേതനായി എൻ്റെ ചിത്തത്തിൽ വിളങ്ങിക്കൊണ്ടിരിക്കണേ. അവതാര ഉദ്ദേശമായ രാക്ഷസ നിഗ്രഹം ചെയ്ത് ഈ ജഗത്തിന്റെ ആപത്ത് അങ്ങ് അകറ്റുമാറാകണേ. ഇപ്രകാരം സ്തുതിച്ചുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് ആശ്രമം സന്ദർശിച്ചതിന്റെ സ്മാരകമായി അഗസ്ത്യൻ രാമചന്ദ്രന് പണ്ട് വാസവൻ ഏൽപ്പിച്ചിരുന്ന ഒരു വൈഷ്ണവ ചാപവും ബ്രാഹ്മമായ ഒരു ബാണവും ശൈവമായ ഒരു തൂണീരവും ദാനം ചെയ്തു. എന്നാൽ ആ ബാണ ചാപ തൂണീരാദികളെല്ലാം തന്നെ അഗസ്ത്യന് തിരിച്ചേൽപ്പിച്ചുകൊണ്ട് ശാന്തസ്വരൂപനായി രാമചന്ദ്രൻ പറഞ്ഞു, തനിക്ക് ആവശ്യമുള്ളപ്പോൾ അത് തന്റെ പക്കൽ വരണമെന്നുള്ള അനുഗ്രഹം തനിക്ക് നൽകണം. അഗസ്ത്യൻ തഥാസ്തു എന്ന് പറഞ്ഞു. അന്ന് രാത്രി അവരെല്ലാവരും അഗസ്ത്യന്റെ ആശ്രമത്തിൽ താമസിച്ചതിനു ശേഷം അടുത്ത ദിവസം അവിടുന്ന് യാത്ര പുറപ്പെടാൻ ഭാവിച്ചപ്പോൾ അഗസ്ത്യൻ പറഞ്ഞു, സങ്കേതമില്ലാത്ത യാത്രയാണല്ലോ അങ്ങ് തുടരുന്നത്. എങ്കിലും അങ്ങേക്ക് വനവാസത്തിന് യോജിച്ച ഒരു സ്ഥലം ഞാൻ നിർദ്ദേശിച്ചു തരാം. ഇവിടെ നിന്നും 2 യോജന തെക്കോട്ട് ചെല്ലുമ്പോൾ അവിടെ ഗൗതമി നദിയുടെ തീരത്ത് പഞ്ചവടി എന്നൊരു പുണ്യസ്ഥലമുണ്ട്. അവിടെ ഒരു ആശ്രമം നിർമ്മിച്ച് അങ്ങ് സന്തോഷത്തോടെ അവിടെ അധിവസിച്ചാലും ദുഷ്ടരായ രക്ഷോവരന്മാരെ വധിച്ച് ദേവകാര്യവും നിന്തിരുവടി നിർവിഘ്നം നിർവഹിച്ചാലും അങ്ങേക്ക് മംഗളമുണ്ടാകട്ടെ. അങ്ങനെ അഗസ്ത്യപാദങ്ങളിൽ പ്രണാമം അർപ്പിച്ച് യാത്രാനുവാദവും നൽകി രാമലക്ഷ്മണന്മാർ പഞ്ചവടിയിലേക്ക് യാത്ര തുടർന്നു. ദണ്ഡകാരണ്യത്തിന്റെ ഒരു ഭാഗത്ത് ക്രൗഞ്ചം എന്ന ഒരു ഗിരിശൃംഗമുണ്ട്. ക്രൗഞ്ചം എന്ന പർവ്വതത്തിൽ പണ്ട് ഭാർഗവരാമൻ ശിഖം പ്രയോഗിച്ച് 2ആയി പിളർത്തു. അത് കണ്ട് സന്തോഷിച്ചാണ് പരമശിവൻ ഒരു പരശു ആയുധമായി ഭാർഗവരാമന് നൽകിയത്. അങ്ങനെ 2ആയി പിളർക്കപ്പെട്ട ആ പർവ്വതത്തിന്റെ ഒരു കൊടുമുടിയാണ് ക്രൗഞ്ചം. രാമലക്ഷ്മണന്മാർ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ആ ശൃംഗത്തിന്റെ കീഴ്ഭാഗത്തുകൂടെയായിരുന്നു. അതിന്റെ അത്യുന്നത ശിഖരത്തിൽ അരുണന്റെ പുത്രനും സമ്പാദിയുടെ അനുജനുമായ ജഡായു എന്ന പക്ഷിശ്രേഷ്ഠൻ അധിവസിക്കുന്നുണ്ടായിരുന്നു. ആ പക്ഷിപ്രവരൻ പണ്ടുകാലം മുതൽക്കേ ദശരഥന്റെ ഒരു സുഹൃത്തും ദാസനുമായി വർത്തിച്ചവനാണ്.
പക്ഷെ അതൊന്നും രാമലക്ഷ്മണന്മാർക്ക് അറിയില്ലായിരുന്നു. ലക്ഷ്മണനെ നോക്കി രാമൻ പറഞ്ഞു, ലക്ഷ്മണ, ആ ബില്ലിങ് തരൂ. പക്ഷിയുടെ രൂപത്തിൽ കിടക്കുന്ന മായാവിയായ ഏതോ ഭയങ്കര രാക്ഷസനാണിവൻ. അവനെ ഇപ്പോൾ തന്നെ നിഗ്രഹിക്കണം, അല്ലെങ്കിൽ അവൻ ഇപ്പോൾ നമ്മെ ഭക്ഷിക്കും. രാമൻ പറഞ്ഞത് കേട്ട് ആ പക്ഷി ശ്രേഷ്ഠൻ ദൈന്യസ്വരത്തിൽ അപേക്ഷിച്ചു, മഹാത്മാക്കളെ, ഞാൻ രാക്ഷസനല്ല, വധിക്കപ്പെടേണ്ടവനുമല്ല, എന്നെ കൊല്ലരുതേ. അവിടുത്തെ പിതാവിന്റെ ബാല്യകാല സുഹൃത്തായ ജടായുവാണ് ഞാൻ. എന്റെ അച്ഛൻ സൂര്യസാരഥിയായ അരുണനും അമ്മ കദ്രുനന്ദിനിയായ സുരസ എന്ന നാഗവനിതയുമാണ്. ഗരുഡൻ എന്റെ അച്ഛന്റെ അനുജനാണ്. സൂര്യകുലജാതനായ അവിടുന്ന് സൂര്യസാരഥിയുടെ പുത്രനെ കൊല്ലരുതേ. നിന്തിരുവടി ആരാണെന്ന് അടിയൻ അറിയാം. അവിടുത്തെ ഒരു ഭക്തദാസനാണ് അടിയൻ. അടിയൻ അങ്ങയുടെ ശത്രുവല്ല. ഈ വാക്കുകൾ കേട്ടപ്പോൾ ദയാപരനായ കൗസല്യ തനയൻ ആ പക്ഷീന്ദ്രനെ അടുത്തു വിളിച്ച് ആലിംഗനം ചെയ്തു. എന്നാൽ ദശരഥപുത്രനായ രാജകുമാരൻ ജടാവൽക്കലാദികൾ ധരിച്ച് കാനനവാസം ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ജടായു രാമചന്ദ്രനോട് ചോദിച്ചു. പിതാവിന്റെ ചരമം വരെയുള്ള എല്ലാ കാര്യങ്ങളും പക്ഷിപ്രവരനോട് രാമലക്ഷ്മണന്മാർ വിവരിച്ചു. ജടായുവിന് വളരെ വളരെ സങ്കടമായി. തന്റെ സുഹൃത്തായ പൊന്നു തമ്പുരാൻ ദശരഥ മഹാരാജാവ് സ്വർഗസ്ഥനായെന്നോ, അദ്ദേഹത്തിന്റെ ഓമൽ പുത്രൻ മരമുരിയും ധരിച്ച് വനവാസം സ്വീകരിച്ചുവെന്നോ, ഈ ദുഃഖ വർത്തമാനം കേൾക്കാനാണല്ലോ അടിയൻ ഇത്രയും നാൾ കാത്തിരുന്നത്. നിന്തിരുവടി ഇനിമേൽ അടിയന്റെ പാർപ്പിടത്തിനടുത്ത് എവിടെയെങ്കിലും താമസിക്കണം. അങ്ങയുടെ ഒരു കിങ്കരനെ പോലെ അവിടുത്തെ ദാസ്യവൃത്തി ചെയ്തുകൊണ്ട് അടിയൻ ജീവിച്ചുകൊള്ളാം. കൊടുമുടിയുടെ മുകളിൽ പൊക്കമുള്ള ഒരു വലിയ വൃക്ഷത്തിന്റെ ശിഖരത്തിലാണ് എന്റെ കൂട്. അവിടെ ഇരുന്നാൽ എനിക്ക് എത്ര ദൂരത്ത് നിന്ന് ശത്രുക്കൾ വന്നാലും കാണാൻ സാധിക്കും. രാമൻ പറഞ്ഞു, ഇപ്പോൾ ഞങ്ങൾക്കൊരു ഭൃത്യനോ ദാസനോ ഒന്നും ആവശ്യമില്ല. ഞാൻ രാജകുമാരനുമല്ല, വെറും വനസഞ്ചാരികളാണ് ഞങ്ങൾ. അങ്ങയുടെ സഹായം ആവശ്യമുള്ളപ്പോൾ അറിഞ്ഞു ചെയ്താൽ മതി. ഇപ്പോൾ അങ്ങ് പോയി സ്വസ്ഥമായി ഇരിക്കൂ. ജടായി തൊഴുത് യാത്ര പറഞ്ഞു പോയതിനു ശേഷം രഘുനാഥനും പത്നിയും ലക്ഷ്മണനും പുണ്യനദിയായ ഗോദാവരിയിൽ ഇറങ്ങി സ്നാനം ചെയ്ത് തർപ്പണാദി പിതൃകർമ്മങ്ങൾ യഥാവിധി നിർവഹിച്ചു. അനന്തരം അതിന്റെ തെക്കേ കരയിലുള്ള പഞ്ചവടിയിലേക്ക് അവർ പ്രവേശിച്ചു. 5 വലിയ വടവൃക്ഷങ്ങൾ ഒരേ വലിപ്പവും രൂപത്തിലും ശാഖോപശാഖകൾ നീട്ടി പന്തലിച്ച് ഒരു വൃത്തരേഖയിൽ എന്ന പോലെ വർത്തുളമായി അവിടെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് പഞ്ചവടി എന്ന പേര് ആ സ്ഥലത്തിന് സിദ്ധിച്ചത്. അതിന്റെ ഉത്ഭവ കഥ ഇപ്രകാരമാണ്. ഒരിക്കൽ ഗർവിഷ്ഠനും മതാന്ധന്മാരുമായ 5 ഗന്ധർവന്മാർ ആ കാട്ടിൽ അപ്രതീക്ഷിതമായി ആഗമിച്ച അഗസ്ത്യ മഹർഷിയെ എങ്ങോട്ടും പോകാൻ അനുവദിക്കാതെ ചുറ്റും വളഞ്ഞ് തടഞ്ഞു നിർത്തി. രോഷാകുലനായി തീർന്ന അഗസ്ത്യമുനി അവർ 5 വടവൃക്ഷങ്ങളായി തീരട്ടെ എന്ന് ശപിച്ചു. ശാപത്തിന്റെ ഫലമായി അവർ 5 വലിയ പേരാൾ മരങ്ങളായി രൂപം പ്രാപിച്ചു. തങ്ങളുടെ അവിവേകം ക്ഷമിച്ച് ശാപമോചനം അരുളണമേ എന്നവർ അപേക്ഷിച്ചപ്പോൾ ഏതെങ്കിലും ഒരു കാലത്ത് സൂര്യവംശ മണിദീപമായ ശ്രീരാമചന്ദ്രൻ പത്നിയോടും അനുജനോടും കൂടി ഇവിടെ വന്ന് പർണശാല നിർമ്മിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ശാപമോക്ഷം ലഭിക്കും എന്നരുളി ചെയ്തു. രാമഭക്തനായ അഗസ്ത്യൻ ദാശരഥിയെ പഞ്ചവടിയിലേക്ക് അയച്ചതും ഈ ഉദ്ദേശത്തോടു കൂടി തന്നെ ആയിരിക്കണം. ആ 5 വടവൃക്ഷങ്ങളുടെ നടുവിലാണ് പർണശാല നിർമ്മിക്കുവാൻ രാമൻ ലക്ഷ്മണനോട് ആജ്ഞാപിച്ചത്. അതിന്റെ ഒരു നെടിയ ഉത്തരത്തിനു വേണ്ടി ലക്ഷ്മണൻ സമീപത്തു കണ്ടൊരു നീണ്ട കരിമരം വെട്ടിമുറിച്ച് താഴത്തിട്ടു. അത്ഭുതം! തടി താഴെ വീണ ഉടനെ അത് അപ്രത്യക്ഷമായി. തൽസ്ഥാനത്ത് ഒരു രാക്ഷസ യുവാവിന്റെ മൃതഗാത്രം വെട്ടേറ്റ് തലയറ്റ മാതിരി കാണപ്പെട്ടു. ആ ജഡം ആരുടേതാണെന്നും എങ്ങനെ സംഭവിച്ചു എന്നും രാമചന്ദ്രന്റെ അകമലരിൽ ജ്ഞാനോദയമുണ്ടായി. പകച്ചു നിന്ന ലക്ഷ്മണന്മാരെ നോക്കി അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, ഇതൊരു രാക്ഷസ യുവാവിന്റെ മൃതശരീരമാണ്. അവൻ വന്ധ്യനായതിനാൽ വധിക്കപ്പെട്ടു എന്നേയുള്ളൂ. രാവണ ഭഗിനിയായ ശൂർപ്പണഖയുടെ പുത്രൻ ശംഭുകുമാരനാണിവൻ. ഇവിടെ ഇവൻ മൃത്യുഞ്ജയനെ തപസ് ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു. യാദൃച്ഛികമായി മൈഥിലിയെ അവൻ ദൂരത്തു വെച്ചു കണ്ടു. ദുർവികാര പ്രേരിതനായി തക്കം കിട്ടുമ്പോൾ സീതയുമായി സമ്പർക്കം പുലർത്താനായി അവൻ തന്റെ രാക്ഷസ മായാജാല ഉപയോഗിച്ച് ഇവിടെ ഒരു മരത്തിന്റെ ആകൃതി പൂണ്ട് നിന്നതാണ്. ലക്ഷ്മണൻ അകലത്തിൽ ഒരു കുഴിയുണ്ടാക്കി അതിൽ ആ ജഡം വലിച്ചിട്ടുകൊണ്ട് മൂടിയതിനു ശേഷം വേറെ തടികൾ വെട്ടി പർണശാലയും നിർമ്മിച്ചു. ജ്യേഷ്ഠന് ശയിക്കുവാൻ പർണ പുഷ്പങ്ങൾ കൊണ്ട് ഒരു മനോഹര തൽപ്പവും ഉണ്ടാക്കി. അയോധ്യയിൽ എന്ന പോലെ രാമൻ ഭാമിനി രത്നമായ ജാനകിയും ഒന്നിച്ച് അവിടെ വസിക്കാൻ തുടങ്ങി.
ഭക്ഷണത്തിനു വേണ്ടി അനുദിനം ലക്ഷ്മണൻ കാട്ടിൽ സഞ്ചരിച്ച് മധുര പക്വ ഫല മൂലാദികൾ ശേഖരിച്ചു കൊണ്ടുവരും. രാത്രിയിൽ ആയുധപാണിയായി ഉറക്കമളച്ച് ആ പർണശാലയുടെ കവാടദ്വാരത്തിൽ കാവലും നിൽക്കും. പ്രാതകാലത്ത് സീതയെ മധ്യത്തിലാക്കി മൂവരും കൂടി ഗൗതമിയിൽ സ്നാനവും അർഘ്യപൂജയും കഴിച്ച ശേഷം തിരിച്ചു വരുമ്പോൾ സൗമിത്രി ആവശ്യമുള്ള ജലവും സംഭരിച്ചു കൊണ്ടുവരും. അങ്ങനെ പഞ്ചവടിയിലെ ആ താമസത്തിനിടയിൽ ഒറ്റയായും കൂട്ടമായും രാക്ഷസന്മാർ വന്ന് അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. പക്ഷേ അവരെല്ലാവരും രാമലക്ഷ്മണ ബാണമേറ്റ് കാലപുരിയിലേക്ക് പോയി. ദാശരഥികൾ പഞ്ചവടിയിൽ പർണശാല കെട്ടി താമസമുറപ്പിച്ച വൃത്താന്തം ദണ്ഡകാരണ്യത്തിലൊക്കെ പരന്നതോടുകൂടി മാമുനികളും ശിഷ്യന്മാരും നിത്യമെന്നവണ്ണം അവിടെ വന്ന് അവരെ സന്ദർശിച്ചുകൊണ്ടേയിരുന്നു. ഇങ്ങനെ പഞ്ചവടിയിൽ ചഞ്ചലമിഴിയായ ജാനകിയോടും അചഞ്ചല ചിത്തനായ അനുജനോടും കൂടി അഞ്ജനവർണ്ണനായ രാമചന്ദ്രൻ തന്റെ വനവാസ സമാപനത്തിലേക്ക് നീങ്ങി അടുക്കാൻ തുടങ്ങി. ചിത്രകൂടത്തിലെ ഹ്രസ്വകാലവാസവും പഞ്ചവടിയിലെ ദീർഘകാല നിവാസവും ഉൾപ്പെടെ 13 സംവത്സരങ്ങൾ തള്ളി നീക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി വനവാസം പൂർത്തിയാക്കാൻ രാമലക്ഷ്മണന്മാർക്ക് 1 വർഷം മാത്രമേ വേണ്ടൂ. ആ 1 വർഷം രാമായണത്തിലെ ഏറ്റവും സംഭവ ബഹുലമായ കാലഘട്ടമാണ്. ചിത്രകൂടത്തിൽ താമസിക്കുന്നത് കൊണ്ട് ക്ലേശ നിവൃത്തിക്ക് വേണ്ടിയായിരുന്നല്ലോ ശ്രീരാമൻ ദണ്ഡകവനത്തിലേക്ക് പുറപ്പെട്ടത്. ദണ്ഡകവനത്തിൽ കടന്ന ഉടനെ അദ്ദേഹം ആദ്യം കണ്ടത് വിരാധനെയാണ്. കണ്ട ഉടനെ വിരാധൻ ശ്രീരാമനെ ഒന്നിച്ചു വിഴുങ്ങാനാണ് പുറപ്പെട്ടത്. ഭാഗ്യം കൊണ്ട് വിരാധനെ കൊന്നു രക്ഷപ്പെടാൻ സാധിച്ചു. സംസാരത്തിന്റെ അഗാധതയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് പലതരത്തിലുള്ള ചുമതലകൾ വന്ന് തന്നെ ഒട്ടാകെ വിഴുങ്ങാൻ എല്ലാ സംസാരികളെയും ശ്രമിച്ചുകൊണ്ടിരിക്കും. കുറച്ച് തൻ്റെ ഇടമില്ലെങ്കിൽ അതിൽ വീണ് നശിക്കുക തന്നെ ചെയ്യും. പലതരത്തിലുള്ള ചുമതലകളുടെ സമുച്ചയത്തെയാണ് ഇവിടെ വിരാധനായി ചിത്രീകരിച്ചിരിക്കുന്നത്. തൻ്റെ ചുമതല ബ്രഹ്മനിഷ്ഠയും ആത്മ സാക്ഷാത്കാരവും മാത്രമാണെന്നും ബാക്കിയെല്ലാം പ്രാരാബ്ധ കർമ്മമാണെന്നും ഓർമ്മയില്ലെങ്കിൽ വിരാധൻ വിഴുങ്ങുക തന്നെ ചെയ്യും. അതായത് ഗൃഹ കുടുംബ ധന സമ്പാദാദി ചുമതലകളിൽ മുഴുകി നശിച്ചതു തന്നെ. വിരാധനെ കൊന്നു നോക്കിയപ്പോഴോ അവൻ രാക്ഷസനല്ല, വിദ്യാധരനാണെന്ന് ബോധ്യമാവുകയും ചെയ്തു. വിവേകം കൊണ്ട് സംസാരത്തിലെ ചുമതലകളെ തട്ടി നീക്കിയപ്പോൾ പരമാർത്ഥത്തിൽ തന്റെ ചുമതല ബ്രഹ്മവിദ്യാധാരണം മാത്രമാണെന്നും ബാക്കിയെല്ലാം ഭ്രാന്ത് കൊണ്ട് തോന്നപ്പെട്ടതാണെന്നും ബോധ്യമായി. വിരാധനെ കൊന്നതുകൊണ്ട് പിന്നെ എത്രയോ തപസ്വികളെ കാണാനും അവരിൽ നിന്നും പലതും ഗ്രഹിക്കാനും രാമചന്ദ്രന് സാധിച്ചു. അതായത് ലോകബന്ധങ്ങളിൽ കുടുങ്ങാതെ അധ്യാത്മ വിദ്യാധാരണം ചെയ്തതുകൊണ്ട് പിന്നീട് സത്സംഗം സിദ്ധിച്ചു. അങ്ങനെയുള്ള സജ്ജനങ്ങളിൽ നിന്നും പല തത്വങ്ങളെയും ഗ്രഹിക്കാനും സാധിച്ചു. എല്ലുകളുടെയും ശിരസുകളുടെയും കൂമ്പാരത്തെ അവർ കാണിച്ചു കൊടുത്തു. കഴിഞ്ഞുപോയ കോടാനുകോടി ജന്മങ്ങളും പ്രസ്തുത ജന്മങ്ങളിലെ ശരീരാസ്ഥികളും ശിര കപാലങ്ങളും ഒരിടത്ത് കൂടിച്ചേർന്നാൽ ഉണ്ടാകുന്ന അവസ്ഥയെയാണ് അത് ഓർമ്മിപ്പിക്കുന്നത്. ഇത്രയധികം അസ്ഥികളെയും ശിരസുകളെയും കിട്ടിയിട്ടും അവയെ എല്ലാം നാം ഉപേക്ഷിച്ചിട്ടും നമുക്കിതുവരെ മുക്തനാകാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും ചില എല്ലിൻ കഷ്ണത്തിലും തലയോടിന്മേലും അഭിമാനിച്ചും അഹങ്കരിച്ചും കഴിയുകയാണ് മനുഷ്യർ. ഇവയും താമസിയാതെ പോകുമെന്നതാണ് ഇവിടുത്തെ ഉത്ബോധനം. പ്രാണനും മനസ്സും നിശ്ചലമായി എപ്പോഴും തടസ്സമില്ലാതെ അമൃതസ്വരൂപിണിയായ ശാന്തിയെ അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് ശരഭംഗത്വം. സംസാര വ്യവഹാരം കൊണ്ട് നഷ്ടപ്പെടുന്നു എന്നത് തന്നെ ശരഭംഗന്റെ ശരീരത്യാഗം. അഗസ്ത്യ മഹർഷി രാക്ഷസവധത്തിനുള്ള വില്ലും ആവനാഴികളും വാളും കൊടുത്തുവല്ലോ, അതാണ് ഉപദേശം. പ്രണവം വില്ലും ജീവൻ ശരം അല്ലെങ്കിൽ ആവനാഴിയും ജ്ഞാനം വാളുമാണ്. ചിത്തത്തിൽ പൊന്തിക്കൊണ്ടിരിക്കുന്ന നാമരൂപാത്മകങ്ങളായ വിക്ഷേപങ്ങൾ രാക്ഷസന്മാരും വിക്ഷേപങ്ങളെ അകറ്റി ചിത്തത്തെ ഏകാഗ്രമാക്കി നഷ്ടപ്പെട്ട ശാന്തിയെ വീണ്ടെടുത്ത് അനുഭവിക്കാനുള്ള വിദ്യയാണത്. പ്രസ്തുത വിദ്യയാണ് അഗസ്ത്യ മഹർഷി രാമചന്ദ്രന് കൊടുത്തത്. അനന്തരം അദ്ദേഹം പഞ്ചവടിയിൽ താമസിക്കാനും പറഞ്ഞു. പഞ്ചേന്ദ്രിയങ്ങളെയും അടക്കി ഏകാഗ്രമായ ചിത്തം തന്നെ പഞ്ചവടി. ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന ജീവന്റെ അധ്യാത്മ സംസ്കരണം തന്നെയാണ് ജടായു. ജടായുവിന്റെ കാവലോടുകൂടി പഞ്ചവടിയിൽ സീതയെ വിനോദിപ്പിച്ചുകൊണ്ട് രാമൻ താമസമുറപ്പിച്ചു. അധ്യാത്മ സംസ്കാരത്തെ മുറുകെ പിടിച്ച് ബ്രഹ്മവിദ്യയെ അഭ്യസിച്ചുകൊണ്ട് തന്നെ ഏകാഗ്രമായ ചിത്തം കൊണ്ട് ശാന്തി സുഖത്തെയും നുകർന്ന് പ്രാരാബ്ധ കർമ്മത്തെ അനുഭവിച്ചു എന്ന് അർത്ഥം. ഇങ്ങനെയുള്ള
ഏറ്റവും നിഗൂഢമായ തത്വരഹസ്യങ്ങളോട് കൂടിയതാണ് ആരണ്യകാണ്ഡത്തിലെ ഇത്രത്തോളം പറയപ്പെട്ട കഥാഭാഗം. ബാക്കി കഥ അടുത്ത ദിവസം കേൾക്കാം. എല്ലാവർക്കും സീതാരാമ ലക്ഷ്മണന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ജയ ജയ സീതാറാം, ജയ ജയ ശ്രീ ആഞ്ജനേയർ.